തിരുവനന്തപുരം നഗരസഭയിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. CPM കൗൺസിലറുടെ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെയും അതുപോലെ തന്നെ BJP പരാതിയിൽ CPM കൗൺസിലർമാർക്കും എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള LDF സമരം ഇന്നും തുടരും. രജിത് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം, ശക്തമായൊരു ഒരു അരക്ഷിതാവസ്ഥയൊക്കെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതേ തുടർന്ന് രണ്ടുപേരും പരാതി നൽകി, ഇരുകൂട്ടരും പരാതി നൽകി, ഇരുകൂട്ടർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ നമുക്കറിയാം നഗരസഭയിൽ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള LDF BJP സംഘർഷം അത് വലിയൊരു തലത്തിലേക്ക് തന്നെ നീങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരം തുടരുന്നതിനിടയിലാണ് ഇന്നലെ കൗൺസിലർമാർ LDF കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ സമയത്താണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അടക്കം അവിടെ കാണുകയും ചെയ്തു. പോലീസ് വളരെ സൈലൻ്റായി തന്നെ ഈ നടപടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പ്രതിഷേധക്കാരെ മാറ്റുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാതെ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ തന്നെ 10 BJP കൗൺസിലർമാർക്കും ഒപ്പം തന്നെ 6 LDF കൗൺസിലർമാർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തു. മേയർക്കടക്കം കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗവും കേസ് നൽകിയിരിക്കുന്നു എന്നതാണ്. BJP കൗൺസിലറായിട്ടുള്ള സുധിയുടെ നേതൃത്വത്തിലാണ് കേസ് നൽകിയത്. സുധിയാണ് ഇപ്പോൾ കേസ് നൽകിയിട്ടുള്ളത്. 10 പ്രതിപക്ഷത്തു നിന്നുള്ള 10 കൗൺസിലർമാർക്കെതിരെയാണ് 10 കൗൺസിലർമാർക്ക് എതിരെയാണ് ഇപ്പോൾ കേസ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവായിട്ടുള്ള SP ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു അടക്കമുള്ള LDFിൽ നിന്നുള്ള 5 പേർക്കെതിരെ BJP കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് LDF കൗൺസിലർമാരും കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. 10 മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും അടക്കം 10 പേർക്കെതിരെയാണ് ഇവർ കേസ് നൽകിയിരിക്കുന്നത്. ഇരു വിഭാഗവും കേസ് നൽകിയത്, ഇരു വിഭാഗത്തിൻ്റെയും കേസ് മ്യൂസിയം പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കെതിരെയുമുള്ള കേസുകളിൽ സമാനമായ കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേഹോപദ്രവം ഏൽക്കുക, തടഞ്ഞു വെക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്കറിയാം രാവിലെ നടന്ന സംഘർഷത്തെ തുടർന്ന് ഇരു വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലടക്കമാണ് ഈ കൗൺസിലർമാരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും രാത്രിയോടുകൂടിയാണ് ഇവർക്കെതിരെയുള്ള കേസുകൾ, പരസ്പരം കേസുകൾ നൽകിക്കൊണ്ട് ഇരു വിഭാഗവും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഴോട്ടുകോണത്തെ മെമ്പറായിട്ടുള്ള സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ LDF റിലേ സത്യാഗ്രഹം, റിലേ സമരം ഈ കൗൺസിലിന്റെ മുന്നിലായി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ മുന്നിൽ നടക്കുന്ന ഈ സമരം ഇന്നും തുടരും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, അതിനിടയിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ LDF തയ്യാറാകുന്നില്ല. ഇന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ ഒരു തീരുമാനം? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാപ്പ കേസാണ് ഒരു കൗൺസിലർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തിയിരിക്കുന്ന കൗൺസിലർ രാജിവെക്കണമെന്ന ആവശ്യം മുൻനിർത്തി, അല്ലെങ്കിൽ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം, മേയർ പുറത്താക്കണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ സമരവുമായി രംഗത്തേക്ക് എത്തിയത്. ആദ്യം അവർ വിശദീകരണ യോഗമടക്കം ഈ വാഴോട്ടുകോണത്ത് കൗൺസിലർക്കെതിരെ വിശദീകരണ യോഗമടക്കം LDF നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടികളിലേക്ക് പോകാതെ, എന്നാൽ BJP കൗൺസിലറെ സംരക്ഷിക്കുന്ന നിലപാടാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരവുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തിക്കുന്നത്. പ്രത്യക്ഷ സമരവുമായി രംഗത്തേക്ക് റിലേ സമരം തന്നെ ഇതിൻ്റെ ഭാഗമായി അവർ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് ഇന്നും തുടരും, ശക്തമായി തന്നെ സമരം തുടരും എന്നാണ് LDF വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും പരിക്കേറ്റവർ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. നിസ്സാര പരിക്കുകൾ ഏറ്റവർ തിരികെ വീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും മേയർ അടക്കമുള്ളവർ ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തുതന്നെയായാലും ഈ സമരം ശക്തമായി തന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള പോലെയുള്ള സംഘർഷാവസ്ഥയിലേക്ക് ഒരുപക്ഷെ വീണ്ടും പോകാനുള്ളൊരു സാധ്യത അടക്കമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആദ്യം സമരം ആരംഭിച്ച ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇന്നലെ അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മേയറെ തടഞ്ഞു വെക്കുകയും മേയറെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു LDF ചെയ്തത് എന്നാണ് BJP ആരോപിക്കുന്നത്. അതേസമയം വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള സമരമാണ് തങ്ങൾ നടത്തിയത് എന്നും BJP കൗൺസിലർമാരാണ്
കൊണ്ടാണ് ഈ സമരത്തെ അക്രമാസക്തമാക്കിയത് എന്നുമാണ് LDF ആരോപിക്കുന്നത്. എന്തിനായാലും പരസ്പരം ഇരു വിഭാഗങ്ങളും തമ്മിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ, കേസുകളുമൊക്കെയായി രംഗത്തേക്ക് എത്തുമ്പോഴും ഈ സമരം, ഈ റിലേ സമരം തുടരാൻ തന്നെയാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇന്നും തുടരും. ഒരുപക്ഷെ ഇന്നും സംഘർഷ സാഹചര്യങ്ങളിലേക്കടക്കം നീങ്ങാനുള്ള സാധ്യതയും ഉണ്ടാവും. ശരി ജയത്ത്, തിരുവനന്തപുരം നഗരസഭയിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്തിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ.